Hello my dear friends, welcome back to another video. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോർത്ത് സെമസ്റ്ററിലെ സ്പെക്ട്രം എന്ന ബുക്കിലെ ഫോർത്ത് മൊഡ്യൂളായ മാർജിനലൈസ്ഡ് ആൻഡ് ദ റൈറ്റ്സിലെ ആവറേജ് വേവ്സ് ഇൻ ദി അൺപ്രൊട്ടക്റ്റഡ് വാട്ടേഴ്സ് എന്നുള്ള സ്റ്റോറിയാണ് ബൈ ആൻ ഫിലിസ് ടൈലർ. ഷീ ഈസ് എൻ അമേരിക്കൻ ഓതർ. So first let's look into her biography in brief. She was born in 1914 in Minnesota and belongs to Quaker community and has written 22 novels mainly. The main novels are one is If Morning Ever Comes, published in 1964, and The Tin Can Tree in 1965. So the themes of this story are parenting, absent father, identity crisis, and self-discovery. Let's have a quick recap of the summary of this story. The main characters are Bet Belvins, Arnold Belvins, Avery, and Mrs. Puckett. Besides this, there are other characters, minor characters. The Bet Belvins' parents also. So Bet Belvins is a young working class woman who was distressed by Avery. Avery distressed Bet Belvins and Arnold, knowing that Arnold is a mentally retarded son. So she along with her son Arnold Belvins is a 9-year-old boy who lives in a rented apartment. So Avery has left her, being known that he is a mentally retarded, disabled son. അപ്പോൾ ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് നമുക്ക് നോക്കാം. ആവറേജ് വേവ്സ് ഇൻ ദി അൺപ്രൊട്ടക്റ്റഡ് വാട്ടേഴ്സ്. ഇതിൽ ലോസ് ആണ് കാണിക്കുന്നത്. ആവറേജ് വേവ്സ് in unprotected waters. The Bet Belvins is feeling loss of her husband, feeling loss of her parents, feeling loss of kith and kins, etc. അപ്പോൾ ഇവരുടെ ഒരു മാരേജ് എന്ന് പറയുന്നത് ബെറ്റ് ബെൽവിൻസ് ഹാസ് മാരീഡ് Avery by negating the opinions of her parents. അവരൊരു കടലോരത്ത് ജീവിക്കുന്ന ആളുകളായിരുന്നു. അവരുടെ പാരൻസ് ഒരു ട്രെയിലറിലാണ് അവർ ജീവിച്ചിരുന്നത്. അപ്പം ഈ ഏവറിയെ കല്യാണം കഴിക്കാനുള്ള ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ they were in love and being expecting the prosperity, she married the Avery. പക്ഷേ ഏവറി ഇതിൻ്റെ മകന് മെൻ്റലി റിട്ടാർഡഡ് ആണെന്ന് അറിഞ്ഞയുടനെ ഹി ഡിസ്ട്രസ്ഡ് ദീസ് പുവർ വൺസ്. So these are the characters of the story. Let's come into the important points of the story. The story starts in Bet Belvins' rented room apartment. ഇവർ ജീവിക്കുന്നത് ഒരു വാടക വീട്ടിലാണ്, ബെറ്റ് ബെൽവിൻസും ആർണൾഡ് ബെൽവിൻസും. അപ്പം ഇവർ ഈ ഒരു മകനെ, മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള മകനെ, ആർണൾഡ് ബെൽവിൻസിനെ ബെറ്റ് ബെൽവിൻസ് എന്ത് ചെയ്യാൻ പോവാണ്, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാൻ പോവാണ്. ഒരു പാർക്കിൻസ് വില്ലെ ഹോസ്പിറ്റൽ എന്നുള്ള ഒരു ഫാർവേ പ്ലേസിൽ അഡ്മിറ്റ് ചെയ്യാൻ പോവാണ്. കാരണം ഇവൾക്ക് ടാമ്പർ ചെയ്യാൻ കഴിയില്ല. ഷീ ഈസ് വെരി മച്ച് she is experiencing very much pangs of separation, pangs of there are difficulties in money. കൂടാതെ തന്നെ ഇപ്പോൾ ബെറ്റ് ബെൽവിൻസിൻ്റെ മകനായ ആർണൾഡ് ബെൽവിൻസ് ഒന്നുകൂടി ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. there is a little difficulty because he don't know how to behave. അതുമാത്രമല്ല കുറച്ച് he is a little bit angry at things and he needs to be hospitalized എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നും അവൾ നേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ആർണൾഡ് ഈസ് എ മെൻ്റലി റിട്ടാർഡഡ് സൺ ആൻഡ് അപ്പോൾ ഇവർ ഇങ്ങനെ ഒരുക്കാണ് ആർണൾഡിനെ
ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഒരുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുക്കീസ്, സാധനങ്ങൾ ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ she manages to do all her duties. And on the way to Parkinson Hospital, there is a neighbor, Mrs. Puckett. I think I have mentioned. മിസ്സിസ് പക്കറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. കാരണം ബെറ്റ് ബെൽവിൻസിന് മാനേജ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആർണൾഡ് ബെൽവിൻസിനെ മാനേജ് ചെയ്ത ഒരു വ്യക്തിയാണ് മിസ്സിസ് പക്കറ്റ് എന്ന ഇവരുടെ നെയ്ബർ. അപ്പം മിസ്സിസ് പക്കറ്റ് ഓൾവേസ് ഷീ യൂസ്ഡ് ടു ഗിവ് ദി പീനട്ട്സ് to her favorite, that is ആർണൾഡ് ബെൽവിൻസ്. ആർണൾഡിന് എപ്പോഴും പീനട്ട് കുക്കീസ് കൊടുക്കുമായിരുന്നു ചെറുപ്പത്തിലൊക്കെ. പക്ഷേ ഇപ്പോൾ ഇപ്പോഴും പീനട്ട് കുക്കീസ് വാങ്ങും. പക്ഷേ അവന് ഇതൊന്നും ഓർമ്മയില്ലാത്ത മാതിരിയാണ് ഇപ്പോൾ. അപ്പോൾ ഓൺ ദ വേ ടു ദി പാർക്കിൻസൺസ് ഹോസ്പിറ്റൽ ഷീ ഓഫേഴ്സ് സം പീനട്ട്സ് കുക്കീസ്. അത് വാങ്ങിക്കാണ്ട് നിലക്കടല വാങ്ങിക്കാണ്ട് നമ്മുടെ ബെറ്റ് ബെൽവിൻസ് എന്ത് ചെയ്യാണ്, ബെറ്റ് ബെൽവിൻസ് ആർണൾഡ് ബെൽവിൻസിന് കൊടുത്ത്. പക്ഷേ ആർണൾഡ് ബെൽവിൻസ് ഒരു നോട്ടം പോലും മിസ്സിസ് പക്കറ്റിന് കൊടുക്കുന്നില്ല. അപ്പോൾ ബെറ്റ് ബെൽവിൻസിൻ്റെ മൈൻഡിൽ ഇങ്ങനെ വരാണ്, ചെറുപ്പത്തിലൊക്കെ നല്ല നോക്കിയ ഇവൻ നെഗ്ലക്റ്റ് ചെയ്യുകയാണോ? കാരണം ഒന്നാമത് റെക്കഗ്നൈസിങ് കപ്പാസിറ്റി ഇല്ല. പക്ഷേ എന്തായിരിക്കും നമ്മുടെ മിസ്സിസ് പക്കറ്റിൻ്റെ മൈൻഡിൽ നിന്ന് അവൾ ഇൻഫർ ചെയ്യാണ്. അപ്പോൾ മെമ്മറി ഓൾസോ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദിസ് സ്റ്റോറി. മെമ്മറി ഈസ് കണക്റ്റിംഗ് ആൻഡ് ഡിസ്കണക്റ്റിംഗ് എന്ന് പറയുന്നുണ്ട്. മെമ്മറി ഈസ് കണക്റ്റിംഗ് ആസ് വെൽ ആസ് ഡിസ്കണക്റ്റിംഗ് എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഹാസ് ബോത്ത് dual roles, that is connecting and disconnecting. Memory also related to her parents also. So we can look at it later. Then Bette and Arnold purchases gum, gives to nervous child Arnold. അപ്പോൾ ഓൺ ദ വേ ടു പാർക്കിൻസ്വില്ലെ ഹോസ്പിറ്റൽ നമ്മുടെ ആർണൾഡിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ചൂയിങ് ഗം. ആ ചൂയിങ് ഗം ഇവന് പലപ്പോഴായി വാങ്ങി നൽകാറുണ്ട് ഇവനൊന്ന് അടക്കാൻ. പബ്ലിക്കിലെത്തിയാൽ ചിലപ്പോൾ ഇവന് ബഹളം വെക്കും. ഹീ ഗോസ് ഇൻ ടു ടാൻഡ്രം സംടൈംസ്. അപ്പോഴൊക്കെ ഇവൾ ചൂയിങ് ഗം വാങ്ങി കൊടുക്കലാണ് പതിവ്. സോ they go to the പാർക്കിൻസ്വില്ലെ ഹോസ്പിറ്റൽ. ഓൺ ദ വേ ആർണൾഡ് പലപ്പോഴായി അമ്മയെ അനുഗമിക്കാറുണ്ടായിരുന്നു. അമ്മ ഏത് സ്റ്റേഷനിലാണോ ഇറങ്ങുന്നത്, അപ്പോൾ ബസ്സിൽ പോകുമ്പം ഏത് ബസ് സ്റ്റോപ്പിലാണ് ഇറങ്ങുന്നത്, അവിടെ ജോലിസ്ഥലം എത്തുമ്പോൾ അദ്ദേഹം ആർണൾഡ് തന്നാലെ എഴുന്നേൽക്കാറുണ്ടായിരുന്നു. ഈ ഒരു അവസ്ഥയിലും ഈ ഒരു യാത്രയിലും അങ്ങനെ എഴുന്നേൽക്കാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ ബെറ്റ് ബെൽവിൻസും പറയുന്നത്, വേണ്ട എഴുന്നേൽക്കണ്ട, നമ്മൾ അങ്ങോട്ടല്ല പോകുന്നത്. കാരണം ഇവൻ അഡ്മിറ്റ് ചെയ്യാൻ പോവാണ്. ഇവന് അങ്ങനെ പറയുന്നില്ല. അപ്പോൾ ഇവർ നേരെ ട്രെയിൻ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ആർണൾഡും ബെറ്റ് ബെൽവിൻസും they are making a journey through the train to the പാർക്കിൻസ്വില്ലെ ഹോസ്പിറ്റൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് ബുദ്ധിമുട്ടാക്കുന്നുണ്ട് നമ്മുടെ ആർണൾഡ്. ബുദ്ധിമുട്ടാക്കുക മീൻസ് ഹീസ് ലോസ്റ്റിങ് ഹിസ് ടെമ്പർ ആൻഡ് ദിസ് വാസ് ഹിസ് ഫസ്റ്റ് ജേർണി എവർ ഇൻ ഹിസ് ലൈഫ് ഇൻ ദി ട്രെയിൻ. അപ്പോൾ ട്രെയിനിൽ ഒരുപാട് അനുഭവങ്ങൾ വരുന്നുണ്ട്. ട്രെയിനിൽ ഇങ്ങനെ ബുദ്ധിമുട്ടാക്കിയപ്പോൾ ബെറ്റ് ബെൽവിൻസ് വിചാരിക്കുകയാണ് ഒരു മാഗസിൻ സോൾഡ് ചെയ്യാൻ ആളുകൾ വന്നെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നും മാഗസിൻ എടുക്കാമായിരുന്നു. കാരണം ഇവനൊരു എൻ്റർടൈൻമെൻറ്റ് കൊടുക്കാമായിരുന്നു. ഈ ഫോട്ടോയിലേക്ക് നോക്കിയെങ്കിലും ഇവന് ബഹളം വെക്കുന്നത് നിർത്തുമായിരുന്നു എന്നൊക്കെ ഇവൾ പറയുന്നുണ്ട്. അപ്പോൾ ബെറ്റ് ബെൽവിൻസ് ഇങ്ങനെ
ആണൾഡ് ബഹളം വെച്ചപ്പോൾ, ഒക്കേഷണലായിട്ട് ബഹളം വെച്ചപ്പോൾ ഇവന് കുറച്ച് മരുന്ന് കൊടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഈ ബഹളം വെക്കുന്നതിൻ്റെ ഇടയിൽ മരുന്ന് കൊടുത്താൽ തൊണ്ടയിൽ കുടുങ്ങുമോ എന്നുള്ള ഒരു ആദിയും നമ്മുടെ ബെറ്റ് ബെൽവിൻസിൻ്റെ മൈൻഡിൽ ഓടുകയാണ്. ദെൻ മെമ്മറിയാണ്. പിന്നെ നമ്മുടെ ബെറ്റ് ബെൽവിൻസ് ഒരുപാട് ആലോചിക്കുന്നുണ്ട് പഴയ കാലഘട്ടത്തിലേക്ക്. കാരണം ഇത് എന്തുകൊണ്ടാണ് മകന് ഇങ്ങനെയൊക്കെ ആയത്, എൻ്റെ മകന് ഇങ്ങനെ ആയത് എൻ്റെ ഭർത്താവിൻ്റെ കുഴപ്പം കൊണ്ടാണോ എൻ്റെ കുഴപ്പം കൊണ്ടാണോ എന്ന് ജനറ്റിക് ഫാക്ടറാണോ, ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് തലപുണ്ണാക്കുകയാണ്. പിന്നെ ഇവളെ ഏറ്റവും ഡിപ്രസ്ഡ് ആക്കുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ ഇവള് പാരൻസിൻ്റെ ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൾക്ക് വളരെയധികം സങ്കടം തോന്നാറുണ്ട് പലപ്പോഴായിട്ട്. അവർ ഒരു ട്രെയിലറിൽ ജീവിച്ച ആളുകൾ, പാരൻസ് ഒരു കടലോരത്ത് ജീവിക്കുന്ന ആളുകളാണ്. ഫിഷിംഗ് ബോട്ട്, ടൂറിസ്റ്റുകളെ തൻ്റെ ഫിഷിംഗ് ബോട്ടിലാക്കി സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുക, ഫിഷിങ്, ഇതൊക്കെയാണ് ഫാദറിൻ്റെയും മദറിൻ്റെയും ജോലി. ആരുടെ? നമ്മുടെ ബെറ്റ് ബെൽവിൻസിൻ്റെ ഫാദറിൻ്റെയും മദറിൻ്റെയും. പക്ഷേ അവർ ഇവരെ കല്യാണം കഴിഞ്ഞ ഉടനെ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ മരിച്ചു. അപ്പോൾ ഈ ഒരു സങ്കടം എപ്പോഴും അവളെ അലട്ടാറുണ്ടായിരുന്നു. അപ്പം ഇതും ഒരു തീമാണ് ഇതിൽ. ദെൻ ബെറ്റ് ആൻഡ് ആർണോൾഡ് ഫൈൻഡ്സ് എ ക്യാബ് ടു പാർക്കിൻസ്വില്ലെ സ്റ്റേറ്റ് ഹോസ്പിറ്റൽ. അപ്പോൾ ഇതിൻ്റെ മുന്നായിട്ട് ട്രെയിനിൽ ചെറിയൊരു സംഭവം കൂടി നടന്നാണ്. അതൊന്ന് ചുരുക്കി പറയാം. ട്രെയിനിൽ നമ്മുടെ ആർണൾഡ് ബെൽവിൻസ് ഇങ്ങനെ ഒച്ച കൂട്ടുന്നതിൻ്റെ ഇടയിൽ, ബഹളം വെക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കറുത്ത സ്ത്രീ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാതെ കയറിയിട്ടുണ്ട്. അപ്പോൾ കണ്ടക്ടർ വന്നപ്പോൾ ചോദിക്കുകയാണ് ടിക്കറ്റ് എവിടെയാണ്. അപ്പോൾ അവൾ ഒരുപാട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്, ആ കറുത്ത സ്ത്രീ. അപ്പോൾ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്, ഞാൻ എടുത്തല്ല, ഞാൻ സീറ്റ് മാറിയിരുന്നതാണ്, സീറ്റിൽ വീണ് പോയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കണ്ടക്ടർ വെയിറ്റ്, അദ്ദേഹം സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നു. എന്നിട്ട് ഈ ഒരു സംഭവമൊക്കെ കണ്ടിട്ട് നമ്മുടെ ആർണൾഡ് ചിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് റിലാക്സേഷൻ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ദെൻ they reached the destination. It is just they are almost approaching to the Parkinsville hospital, but they have to take a cab. അപ്പോൾ ഇവർ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ആർണൾഡ് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഇത് തരുമോയെന്ന്, എന്ത് കുക്കീസ് തരുമോയെന്ന്. അപ്പോൾ കുക്കീസ് കൊടുക്കാൻ നമ്മുടെ ആർണൾഡ് ബെൽവിൻസിൻ്റെ അമ്മയായ ബെറ്റ് ബെൽവിൻസ് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. കാരണം ഇത് ചീത്തയാക്കുമോ, തൻ്റെ ജാക്കറ്റ് ചീത്തയാക്കുമോ എന്ന് പേടിച്ചുകൊണ്ട് അത് കൊടുക്കുന്നില്ല. വളരെ കഷ്ടപ്പെട്ടാണ് ആ ഒരു ജാക്കറ്റ് ആർണൾഡ് ബെൽവിൻസിന്, തൻ്റെ അഫെക്ഷനേറ്റ് ചൈൽഡായ ആർണൾഡ് ബെൽവിൻസിന് വാങ്ങിക്കൊടുത്തത്. പക്ഷേ ഇത് വൃത്തികേടാക്കുമോ എന്ന് പേടിച്ചുകൊണ്ട് അവൾ അത് കൊടുക്കുന്നില്ല, അവർ ഇത് ഡിനൈ ചെയ്യാണ്. ദെൻ അപ്പോൾ അവർ പോവാണ്, ഒരു ടാക്സി വിളിച്ചാണ്. അപ്പോൾ ഡ്രൈവറോട് പറയുന്നുണ്ട് ബെറ്റ് ബെൽവിൻസ് ആസ് ദ ഡ്രൈവർ ടു വെയിറ്റ്. അവിടെ എത്തിയതിൻ്റെ ശേഷം, പാർക്കിൻസ്വില്ലെ ഹോസ്പിറ്റൽ എത്തിയതിൻ്റെ ശേഷം ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം, ഞാൻ ഇപ്പോൾ തന്നെ വരും എന്ന് ബെറ്റ് ബെൽവിൻസ് ടാക്സി ഡ്രൈവറോട് പറയുന്നുണ്ട്. കാരണം മകനെ അഡ്മിറ്റാക്കിയ ഉടനെ തന്നെ ഞാൻ തിരിച്ചു വരുമെന്ന് പറയുന്നുണ്ട്. അവൾ ഇനിയും ഒരുപാട് കാത്തിരുന്ന് തൻ്റെ വിഷമം എല്ലാവരെയും അറിയിക്കണ്ട എന്നുള്ള രീതിയിൽ വിഷമം ലഘൂകരിക്കാൻ വേണ്ടി, അന്നുള്ള ഒരു വേർവിധാലിനും വേണ്ടി ഇവൾ അങ്ങനെ ടാക്സി ഡ്രൈവറിനെ 15 മിനിറ്റോളം കാത്തിരിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അവർ ഹോസ്പിറ്റലിലെത്തിയപ്പം അവിടെ ഒരുപാട് ടൈപ്പിസ്റ്റുകൾ, ഒരുപാട് ഇതുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് തൻ്റെ മകനായ ആർണൾഡിന് ഒരു ആശ്വാസം വരും. ഇതൊക്കെ കണ്ടാൽ ഒരു പുതിയ കാഴ്ചയാവും എന്ന്
അവൾ ആശ്വസിക്കുകയാണ്. പക്ഷേ ആണൾഡ് ഈസ് നോട്ട് അറ്റ് ഓൾ സേഫ്. ഹീ ഈസ് ലുക്കിംഗ് സംവേർ, ഹീ ഈസ് ലുക്കിംഗ് അപ്വേർഡ്സ് ആൻഡ് എവറിബഡി ഈസ് ലിസണിങ് ഹിം എന്നൊക്കെ പറയുന്നുണ്ട്. സോ നേഴ്സിനെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു നേഴ്സ് ഇവരെ അനുഗമിക്കുകയാണ്, അവരുടെ റൂമിലേക്ക് അനുഗമിക്കുകയാണ്. അപ്പോൾ നേഴ്സ് അവരെ റൂമിലാക്കി. അപ്പോൾ പിന്നെ ആണൾഡ് അതിൻ്റെ ഇടയിൽ ഹീസ് ലോയിറ്ററിങ് ഹിയർ ആൻഡ് ദർ ആൻഡ് മേക്കിംഗ് ദി സൗണ്ട്സ് ഓഫ് ദി സ്നീക്കേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം മാർബിളിൽ ഉരസിക്കൊണ്ട് ഒരുപാട് ശബ്ദങ്ങൾ ക്രീക്കിംഗ് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആണൾഡിനെ സേഫായിട്ട് നേഴ്സിനെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ബെറ്റ് ബെൽവിൻസ് മടങ്ങാൻ പോവുകയാണ്. അതിൻ്റെ മുന്നേ നേഴ്സ് ഒരു ബ്ലാങ്കറ്റ് പുതിയതായിട്ടുള്ള ഒരു ബ്ലാങ്കറ്റ് കൊണ്ടുവന്നു. പക്ഷേ ബെറ്റ് ബെൽവിൻസ് അപേക്ഷിക്കുകയാണ്, തൻ്റെ മകന് പഴയതാണ് ഇഷ്ടം, ഇതുവരെ ഉപയോഗിച്ച ആ ഒരു പുതപ്പിലെ അവൻ കിടക്കുകയുള്ളൂ, അത് വാഷ് ചെയ്യാതെയായിട്ടും അവന് അത് മാത്രം മതി, പുതിയ ഒരു ബ്ലാങ്കറ്റ് വേണ്ട എന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ നേഴ്സ് സമ്മതിക്കുകയാണ്, നിങ്ങൾ പോയിക്കോളി, യുവർ സൺ വിൽ ബി സേഫ്. അപ്പോൾ 6 മാസം കഴിഞ്ഞേ വരാവൂ എന്നുള്ള ഒരു മാനദണ്ഡത്തിൻ്റെ പുറത്ത് നമ്മുടെ നേഴ്സ് ഈ ബെറ്റ് ബെൽവിൻസിനെ യാത്ര അയക്കുകയാണ്. Then when she went out of the door, she happened to hear a weeping sound. That was his son's weeping. അപ്പോൾ അവൾ അത് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ഓടിപ്പോവാണ്. കാരണം അവിടെ നിന്നാൽ തൻ്റെ മകനെ ഓർത്തുകൊണ്ട് അവൾ തിരിച്ചു വരും. ആ ഒരു പേടിയിൽ അവൾ പെട്ടെന്ന് തന്നെ she fled the place very as soon as possible because the cab driver is waiting there to fetch her. അപ്പോൾ ഡ്രൈവറിനോട് അവൾ അപേക്ഷിക്കുകയാണ്, 20 മിനിറ്റ് കൊണ്ട് അവിടെ എത്തുമോ, ട്രെയിൻ സ്റ്റേഷനിൽ എത്തുമോ, ഇപ്പോൾ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് ധൃതിപ്പെട്ട് തന്നെ നമ്മുടെ ഡ്രൈവർ അവളെ ട്രെയിൻ സ്റ്റേഷനിലാക്കി. അപ്പോൾ ആ ടൈമിൽ തന്നെ അവിടെ എത്തി. പക്ഷേ അവിടെ എത്തിയപ്പോൾ സംഗതി നേരെ തിരിച്ചായിരുന്നു. കാരണം ട്രെയിന് 20 മിനിറ്റ് ലേറ്റാണെന്ന് അവളോട് അവിടുത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് കുറച്ചാളുകൾ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് കുറച്ചാളുകൾ ഇങ്ങനെ കയറി വരുന്നത്, ട്രെയിൻ സ്റ്റേഷനിലൂടെ ഇങ്ങനെ കയറി വരുന്നത്. അപ്പോൾ ഇവർ ഒരു ചാരനിറത്തിലുള്ള ഒരു കോട്ടും സ്യൂട്ടുമൊക്കെ ധരിച്ച് ഇങ്ങനെ കയറി വരികയാണ്. അപ്പോൾ ഇവർ പറയാണ്, ദാറ്റ് വാസ് ടൗൺസ് മേയർ. ഇവർ പറയാണ്, നിങ്ങളൊരു 20 മിനിറ്റ് എനിക്ക് തരുമോയെന്ന്. ആ ഒരു 20 മിനിറ്റ് തന്നാൽ അപ്പം ടൗൺ മേയറിൻ്റെ ഒരു എൻട്രിയോട് കൂടി ആ ഒരു 20 മിനിറ്റ് ഇവൾക്ക് റിലീവ് ചെയ്യാമല്ലോ. ആ ഒരു സങ്കടം, തൻ്റെ മകനെ അവിടെ ആക്കിയതിലുള്ള സങ്കടം ഒന്ന് ലഘൂകരിക്കാമല്ലോ എന്ന് ബെറ്റ് ബെൽവിൻസ് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർ മൈക്രോഫോണ് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. അവർ പറയാണ്, ദ ട്രെയിൻ സ്റ്റേഷൻ ഈസ് സൂൺ ടു ബി എക്സ്പാൻഡഡ് ആൻഡ് വി ആർ ഗോയിങ് ടു ആക്ട് എ പ്ലേ. അപ്പോൾ ബെറ്റ് ബെൽവിൻസിൻ്റെ മൈൻഡിൽ ഇങ്ങനെ വരികയാണ്, ഐ ആം എൻ ഒബ്സർവർ than a participant, always an observer of the events than a participant എന്നുള്ള ഒരു പോയിന്റ് അവളുടെ മൈൻഡിൽ ഇങ്ങനെ വരികയാണ്. അപ്പോൾ അവളുടെ സങ്കടം എത്രയും പെട്ടെന്ന് ലഘൂകരിക്കാൻ വേണ്ടിയാണ് അവൾ ക്യാബ് ഡ്രൈവറോട് പെട്ടെന്ന് വണ്ടി ഓടിക്കാൻ പറഞ്ഞതും, 1 മിനിറ്റും എവിടെയും പാഴാവരുത്, 1 മിനിറ്റ് പാഴായാൽ എൻ്റെ മനസ്സിൽ ഒരുപാട് ആദികൾ വരും, അപ്പോൾ ആ ആദികൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ക്യാബ് ഡ്രൈവറോട് പെട്ടെന്ന് ഓടിക്കാൻ അപേക്ഷിച്ചതും ട്രെയിനിൽ കയറാൻ നിന്നു. പക്ഷേ ട്രെയിൻ ലേറ്റ് ആയിരുന്നു. പിന്നെ അവൾ ഈ ഒരു സംഗതികളൊക്കെ വാച്ച് ചെയ്യാണ്, അവരുടെ ഡ്രാമാസ്, ടൗൺ മേയറിൻ്റെ ഡ്രാമാസ് സംഗതികളൊക്കെ വാച്ച് ചെയ്യാണ്. അപ്പോൾ അവളുടെ മനസ്സിൽ വരുന്നത്, ഐ ആം എ മിയർ ഒബ്സർവർ ദാൻ എ പാർട്ടിസിപ്പൻറ്റ് ഇൻ ലൈഫ് ത്രൂ ഔട്ട് ദി ലൈഫ്. എനിക്കൊന്നിലും ഒരു വലിയ റോളില്ല, പക്ഷെ എന്നാൽ ഐ ആം എൻ ഒബ്സർവർ, ഐ ആം എൻ അക്യൂട്ട് ഒബ്സർവർ എന്ന് പറയുന്നുണ്ട്. And towards the end of the story,
We know the Bette Belvinson has given up her role as mother and finds identity of her own. So the story ends here, and let's look at into the titular significance. Average waves in the unprotected waters. അത് അവരുടെ ലോസ് തന്നെയാണ്, നഷ്ടബോധം തന്നെയാണ് കാണിക്കുന്നത്. ഈ ഒരു ടൈറ്റുലാർ ദി ആവറേജ് വേവ്സ് ഇൻ അൺപ്രൊട്ടക്റ്റഡ് വാട്ടേഴ്സ് എന്നുള്ള ആ ഒരു ടൈറ്റിലിലൂടെ ഇവരുടെ ഒരു ലോസ്, സെൻസ് ഓഫ് ലോസ് ആണ് കാണിക്കുന്നത്. കാരണം അവരുടെ പാരൻസിനെ ഇട്ട് ഡിസ്ട്രസ് ചെയ്ത് ഇവൾ പോകുന്നതാണ്. അവരുടെ പാരൻസ് ഒരുപാട് ഇഷ്ടങ്ങൾ പറഞ്ഞെങ്കിലും, നിനക്ക് ബോഡി സർഫിങ് പഠിപ്പിച്ച് തരാം എന്ന് പറഞ്ഞെങ്കിലും അവൾ അതൊക്കെ നിഷേധിച്ച് അവളുടെ ലവ് എന്നുള്ള ഒരു ഇതിൽ പോകുന്ന കഷ്ടതകൾ അനുഭവിക്കാൻ പോവുകയാണ്. കഷ്ടതകൾ അനുഭവിക്കാൻ ഇടയായി. ആൻഡ് ദിസ് ഈസ് ഓൾവേസ് ഹോണ്ടിങ് ബെറ്റ് ബെൽവിൻസ് മൈൻഡ്. സോ ആവറേജ് വേവ്സ്. അപ്പോൾ ഇവളുടെ ഫാദർ എപ്പോഴും തനിക്ക് ഫിഷിംഗ് ബോട്ട് പാസ് ചെയ്യാൻ, ട്രാൻസ്പോർട്ട് ചെയ്യാൻ തനിക്ക് കാലാവസ്ഥ അനുയോജ്യമാണോ, ആവറേജ് വേവ്സിൻ്റെ ആ ഒരു മെഷറൊക്കെ എടുത്താണ് വേവ്സ് എത്ര അടി ഉയരും, വേവ്സ് എത്ര അടി ഉയരും എന്നൊക്കെ ആ ഒരു മെഷർമെൻറ്റിൽ ആണ് തൻ്റെ ഫാദർ, അതായത് ബെറ്റ് ബെൽവിൻസിൻ്റെ ഫാദർ കടലിലേക്ക് ഇറങ്ങുക, ഫിഷിംഗ് ചെയ്യുക, ഫിഷിംഗ് ബോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുക, ഫിഷിംഗ് ബോട്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഏർപ്പാട് ചെയ്യാം. അപ്പോൾ ഇതാണ് സ്റ്റോറിയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഷീ ഫീൽസ് ആസ് ഇഫ് ഷീ ഈസ് ആൻ ആവറേജ് വേവ് ഇൻ ദി അൺപ്രൊട്ടക്റ്റഡ് വാട്ടേഴ്സ്. ഷീ ഈസ് ഫീലിംഗ് her surroundings as unprotected, always unprotected, unpredictable destiny that she awaits. So thank you all. This is all about average waves in unprotected waters. Thank you.